नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में क्रिया के बारे में पढ़ा। क्रिया क्या है, क्रिया के कितने भेद होते हैं, द्विकर्म क्रिया के बारे में पढ़ा, सकर्मक अकर्मक क्रिया के बारे में पढ़ा। व्युत्पत्ति के अनुसार क्रिया के भेद कितना है, दो प्रकार के होते हैं। इसमें यौगिक धातु कितने प्रकार के होते हैं, ये 4 प्रकार के होते हैं। इसमें प्रेरणार्थ क्रिया, नामधातु क्रिया, संयुक्त क्रिया और सहायक क्रिया भी हैं। संयुक्त क्रिया के बारे में पढ़ा। इसमें 11 भेद होते हैं। संयुक्त क्रियाएँ 11 प्रकार के होते हैं। में आरंभ बोधक, समाप्ति बोधक, शक्ति बोधक, इच्छा बोधक, अनुमति बोधक, निश्चय बोधक, अवकाश बोधक, नित्यता बोधक, आवश्यकता बोधक, अभ्यास बोधक, पुनरुक्ति, संयुक्त क्रिया, इसके बारे में भी पढ़ा। അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിയാക്കെ രൂപാന്തർ കാൽ. എന്താണ് ടെൻസ്? ക്രിയയുടെ മാറ്റം. ക്രിയയിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്, എന്തിനനുസരിച്ചാണ് മാറ്റങ്ങൾ വരുന്നത്, അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ടെൻസ് കാലങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. കാലങ്ങൾ നമ്മൾ 3 കാലങ്ങൾ സാധാരണ നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ വർത്തമാനകാലമുണ്ട്, ഭൂതകാലമുണ്ട്, ഭാവി കാലമുണ്ട്. 3 കാലങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ക്രിയ എന്താണ് എന്നുള്ളതാണ്. ക്രിയയിൽ എങ്ങനെയാണ്, ക്രിയ എന്താണ് നമ്മൾ പഠിച്ചു. ഈ ക്രിയയിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിയയിൽ മാറ്റങ്ങൾ വരുന്നത്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ക്രിയാക്കെ രൂപാന്തർ കാൽ. क्रियाओं में काल, प्रकार, वाच्य, लिंग, वचन तथा पुरुष के कारण विकार अथवा रूपांतर होता है. ക്രിയകളിലെ കാലത്തിനനുസരിച്ച്, പ്രകാരത്തിനനുസരിച്ച്, വാച്യത്തിനനുസരിച്ച്, ലിംഗത്തിനനുസരിച്ച്, വചനത്തിനനുസരിച്ച്, പുരുഷനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിയകളിൽ മാറ്റം വരുന്നത്? ക്രിയാക്കെ രൂപാന്തർ കാലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ക്രിയയിൽ മാറ്റങ്ങൾ വരാനുള്ള കാരണം നമ്മൾ ടെൻസ്, കാലമുണ്ട്, അത് പ്രകാരമുണ്ട്, വാച്യമുണ്ട്, ലിംഗ്, അതുപോലെ തന്നെ വചൻ, പുരുഷ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്രിയകളിൽ മാറ്റങ്ങൾ വരുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ജയ്സെ കാൽ. ഇപ്പോൾ കാലത്തിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ രാം സോത്താ ഹേ, രാമൻ ഉറങ്ങുന്നു. രാമൻ ഉറങ്ങുന്നു എന്ന് പറയുന്ന ആ കാലം പ്രസൻറ്റ് ടെൻസാണ്. രാമൻ ഉറങ്ങുന്നു, ഇപ്പം നടക്കുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ രാം സോയേക, രാമൻ ഉറങ്ങും, അത് വരാൻ പോകുന്ന കാര്യമാണ്, ഭവിഷ്യത് കാലമാണ്. ഈ രാം സോയ, രാമൻ ഉറങ്ങി, ഭൂതകാലമാണ്, ഉറങ്ങിക്കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ കാലത്തിനനുസരിച്ച് ക്രിയയിൽ മാറ്റം വരുന്നത്. ഇപ്പോൾ രാം സോത്താഹി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസിൽ വന്നു. രാം സോയേക എന്ന് പറയുമ്പോൾ ഭവിഷ്യത് കാലമാണത്, ഫ്യൂച്ചർ ടെൻസാണ് വരുന്നത്. രാം സോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസാണ്. ഇപ്പോൾ അത് ക്രിയയിൽ മാറ്റം വന്നു. അതുപോലെ പ്രകാർ, ഇനി നമ്മൾ എഴുതുന്ന രീതി അല്ലെങ്കിൽ അവിടെ കർത്താവിനനുസരിച്ച് അവിടെ ക്രിയയിൽ മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കർത്താവിനനുസരിച്ച് അല്ലെങ്കിൽ വിധിക്രിയ എന്നൊക്കെ പറയാം. വഹുപ്പെടുത്താഹി, അവൻ പഠിക്കുന്നു. തൂ പഡ്, തൂ കർത്താവായിട്ട് വരുമ്പോൾ പഡ് എന്നാണ് വരുന്നത്. തുമ്മാണെങ്കിൽ പടോ എന്നാണ് വരുന്നത്. ആപ്പാണെങ്കിൽ പടിയെന്ന് വരും. ഇനി വാച്ച്, വാച്ച് നമുക്ക് എടുക്കാൻ വരുന്നതേ ഉള്ളൂ. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ വാച്യത്തിൽ രാം പുസ്തകം പഠിത്താഹി എന്നാണ്. രാമൻ പുസ്തകം വായിക്കുന്നു. രാംസെ പുസ്തകം പഠി ജാത്തി ഹി, രാമനാൽ പുസ്തകം വായിക്കപ്പെടുന്നു എന്നായിട്ട് മാറി. ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസ്. അപ്പോൾ അത് വാച്ച്, ആ വാച്യത്തിനനുസരിച്ചും ക്രിയയിലും മാറ്റം വരുന്നുണ്ട്. ക്രിയ മാറുന്നുണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്തത് ലിംഗാണ്. രാം ചൽത്താ ഹേ, അവിടെ രാമൻ എന്ന് പറയുന്നത് പുല്ലിംഗാണ്, അതുകൊണ്ട് രാം ചൽത്താ ഹേ എന്ന് വെച്ചു.
അടുത്ത് സീത ചലത്തി ഹി എന്നാണ്. സീത സ്ത്രീലിംഗാണ്, അതുകൊണ്ട് ചലത്തി ഹി എന്ന് വെച്ചാൽ ക്രിയയിൽ അവിടെയും മാറ്റം വന്നു. നെക്സ്റ്റ് നമ്മൾ വചൻ. വചനത്തിനനുസരിച്ചും ക്രിയയിലും മാറ്റം വരുന്നുണ്ട്. ഏകവചനം ബഹുവചനമുണ്ട്. ലഡ്ക ദൗഡ്താ ഹി, ആൺകുട്ടി ഓടുന്നു. ഈ ആൺകുട്ടികളായിട്ട് മാറുമ്പോൾ അത് ലഡ്കെ ദൗഡ്തേ ഹി എന്നായിട്ട് മാറുന്നു. അപ്പോൾ അവിടെ ക്രിയയിലും മാറ്റം വന്നു. ഇനി നമ്മൾ പുരുഷ് പഠിച്ചു. നമ്മൾ പുരുഷവാചക സർവനാമം പഠിച്ചു. അതിൽ മേം കർത്താവായിട്ടും മേം പഠിത്താഹും. മേം കർത്താവ് വരുമ്പോൾ മേം പഠിത്താഹും എന്ന് വരുന്നു. തുമ്മാണെങ്കിൽ തും പഠിത്തേഹോ എന്നായിട്ട് മാറുന്നു. ഇനി വേ ആണെങ്കിൽ വേ പഠിത്തേഹ് എന്നായിട്ട് മാറുന്നു. അപ്പോൾ ക്രിയയിൽ അവിടെ മാറ്റങ്ങൾ വന്നു. അപ്പോൾ എന്തിനനുസരിച്ചാണ് ക്രിയയിൽ മാറ്റങ്ങൾ വരുന്നത്? ഏതെല്ലാം പോയിൻറ്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കാലുണ്ട്, പ്രകാറുണ്ട്, വാജ്, ലിംഗ്, വചൻ, പുരുഷ്. 6 കാര്യങ്ങൾക്കനുസരിച്ചാണ് ക്രിയയിൽ മാറ്റം വരുന്നത്. അതിലെ ആദ്യത്തെയാണ് നമ്മൾ കാലെന്ന് പറയുന്നത്, ടെൻസ്. എന്താണ് കാലം? എന്താണ് കാലം നമുക്ക് നോക്കാം. क्रिया के जिस रूप से उसके होने या करने का समय पाया जाए उसे काल कहते हैं. ക്രിയയുടെ ഏത് രൂപത്തിൽ നിന്നാണോ നമുക്ക് ആ ഒരു പ്രവൃത്തി ചെയ്തു അല്ലെങ്കിൽ കഴിഞ്ഞു എന്നുള്ള സമയത്തെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കുന്നത് അതിനെ നമ്മൾ കാലമെന്ന് പറയുന്നു. ആ ക്രിയ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് എപ്പോൾ ഏത് സമയത്താണ് നടന്നതെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോൾ പോയിൻ്റ് ഇതാണ്. നമ്മൾ കാലെന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയാക്കെ ജിസ് രൂപ സേ ഉസ്കെ ഹോനെ യാ കർനെ കാ സമയ പായാ ജായ്. ക്രിയയുടെ ഏത് രൂപത്തിൽ നിന്നാണോ ആ ഒരു ക്രിയ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ഉണ്ടായി അല്ലെങ്കിൽ അത് ചെയ്തു എന്ന് പറയുന്ന ആ സമയത്തെ കാണിക്കുന്നത് അതിനെ നമ്മൾ കാലെന്ന് പറയുന്നു, ടെൻസ് എന്ന് പറയുന്നു. കാൽ കെ 3 ഭേദ് ഹോത്തെ ഹേ. ഈ ടെൻസ് അല്ലെങ്കിൽ കാലത്തിന് 3 തരമായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട് കാലത്തിന്. ആദ്യത്തെ ഭൂത്, വർത്തമാൻ और ഭവിഷ്യത്ത്. ഭൂതകാൽ, വർത്തമാൻ കാൽ और ഭവിഷ്യത്ത് കാൽ. ഭൂതകാലം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞ കാലം. ഇനി വർത്തമാൻ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് ആണ്, ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഭവിഷ്യത്ത് കാലമാണ്. അത് നമ്മൾ ഭാവി കാലം അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ടെൻസ് അല്ലെങ്കിൽ കാലം എന്ന് പറയുന്നത് നമ്മൾ 3ആയിട്ട് തിരിച്ചു. ഭൂതകാലം, വർത്തമാനകാലം, ഭവിഷ്യത്ത് കാലം. ഇനി ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂതകാലമാണ്. ഭൂതകാലത്തിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. എന്താണ് ഭൂതകാൽ? क्रिया के जिस रूप से बीते हुए समय का बोध हो उसे ഭൂതകാൽ कहते हैं. ഭൂതകാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂതം, ഭാവി, വർത്തമാനം എന്ന് പറയും അല്ലേ. ഭൂതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലമാണ്. क्रिया के जिस रूप से बीते हुए समय का बोध हो. बीते हुए കഴിഞ്ഞു പോയ സമയത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കുന്നതാണ് ഭൂതകാലം എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അടിയിൽ വരച്ച് നമ്മൾ പഠിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നതാണ് ക്രിയക്ക് ജിസ് രൂപ സേ ബീത്തേ ഹുയെ സമയക്ക ബോധ ഹോത്താ ഹെ. ബീത്തേ ഹുയെ കഴിഞ്ഞു പോയ ആ സമയം, അതിൻ്റെ ബോധമുണ്ടാക്കുന്നതാണ്. കഴിഞ്ഞു പോയ കാലം അല്ലെ കഴിഞ്ഞു പോയ സമയത്തിൻ്റെ ബോധമുണ്ടാക്കുന്നതാണ് ഭൂതകാലം എന്ന് പറയുന്നത്. ഭൂതകാലക്ക് അവധി സുദീർഘ ഹോത്തി ഹി. ഭൂതകാലത്തിൻ്റെ അവധി എന്ന് പറയുന്നത് വളരെ ദൈർഘ്യമേറിയതാണ്. ഭൂതകാലം ഒരുപാട് നീളത്തിൽ അല്ലെങ്കിൽ ഒരുപാട് സമയം കെടുക്കുന്നതാണ്. സമയ അവധി എന്ന് പറയുന്നത് ഒരുപാട് നീളമുള്ളതാണ്. ഈ ലംബി സമയാവധി കാ ബോധ കരാനെ കെ ലിയേ ഉസ്കെ കുച്ച് വിഭാഗ് കിയേ ഗയേ ഹെ. ഇപ്പോൾ ഒരു നീണ്ട ഒരു സമയദൈർഘ്യമുണ്ട് ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഭൂതകാൽ की അവധി സുദീർഘ होती है. അതായത് ഭൂതകാൽ की समय का അവധി സുദീർഘ है. അതായത് സമയത്തിൻ്റെ ആ ഭൂതകാലത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ദൈർഘ്യമേറിയതാണ്. അതിന് ഒരുപാട് സമയം വരുന്നുണ്ട്. ഈ ലംബി സമയാവധി का बोध कराने के लिए. അപ്പോൾ ഇത്രയും നീളമുള്ള ഇത്രയും ദൈർഘ്യമേറിയ ഒരു സമയത്തിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഉസ്കെ കുച്ച് വിഭാഗ്, അതിനെ കുറച്ച് വിഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഭൂതകാലത്തെ കുറച്ച് വിഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. उनसे स्पष्ट होता है कि या तो कोई क्रिया बहुत समय पूर्व हो चुकी है या अभी अभी हुई है अथवा उसके पूर्ण होने में अभी संदेह है. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്
ഇതാണ് കോയി ക്രിയ ബോത്ത് സമയ പൂർവ് ഹോ ചുകി ഹെ. ഏതെങ്കിലും ക്രിയ ഒരുപാട് സമയത്തിന് മുൻപ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ തന്നെ അഭി അഭി ഹുയി, ചിലപ്പോൾ ഇത് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അഥവാ ഉസ്കെ പൂർണ്ണ ഹോനെ അഭി സന്ദേഹ ഹെ. അത് മാത്രമല്ല, ചിലപ്പോൾ ആ ക്രിയ അതായത് പ്രവൃത്തി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ ചെയ്തു കഴിഞ്ഞ കാര്യത്തിൽ സന്ദേഹം, സംശയം, ഡൗട്ട്ഫുൾ, അത് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയം. അപ്പോൾ പല സ്റ്റെപ്പുകളായിട്ട് അല്ലെങ്കിൽ പല വിഭാഗങ്ങളായിട്ട് നമ്മൾ ഈ ഭൂതകാലത്ത് നമ്മൾ തിരിക്കുന്നുണ്ട്. അതിനുള്ള കാരണം അതാണ്. ചിലപ്പോൾ ഒരുപാട് മുൻപ് ഈ പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ടാവും, ക്രിയ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, കഴിഞ്ഞധികം സമയമായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അത് പൂർണ്ണമാക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതിനൊക്കെ കാണിക്കാനായിട്ടാണിത് നമ്മൾ ഭൂതകാലത്തെ ഒരു 5-6 തരമായിട്ട് തിരിക്കുന്നുണ്ട്. ഇസ് വിചാർ സേ ഭൂതകാൽ കെ നിമ്നലിഖിത് ഭേദ് കിയേ ഗയേ ഹെ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ ഭൂതകാലത്തിനെ താഴെ പറയുന്ന തരത്തിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 6 തരമായിട്ടാണ് അതിനെ വിഭജിച്ചിരിക്കുന്നത്. ഭൂതകാലമാണ് അത്. ഭൂതകാലം എന്ന് പറയാനോ ഒരു ലംബി സമയാവധി അല്ലെങ്കിൽ ഉസ്കി സമയക്കാവധി സമയാവധി സുദീർഘ ഹെ. ഭൂതകാലത്തിൻ്റെ സമയം, ആ കാലം എന്ന് പറയുന്നത് ദൈർഘ്യമേറിയതാണ്. അതുകൊണ്ട് തന്നെ അത് വ്യക്തമാക്കാനായിട്ട് പല ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരുപാട് മുൻപ് കഴിഞ്ഞതായിരിക്കും, ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞതായിരിക്കും, ചിലപ്പോൾ കഴിഞ്ഞു എന്നുള്ള സംശയം ഉണ്ടാകും. അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് നമ്മളതിനെ തിരിക്കുന്നുണ്ട്. 6 വിഭാഗമായിട്ട് നമ്മളതിനെ തിരിക്കുന്നുണ്ട്. ആദ്യത്തെ സാമാന്യഭൂതാണ്, രണ്ടാമത്തെ ആസന്നഭൂത്, പൂർണ്ണഭൂത്, അപൂർണഭൂത്, സന്ദിഗ്ധഭൂത്, ഹേതുമത് ഭൂത്. അപ്പോൾ അതിനെ നമ്മൾ ഭൂതകാലത്തിനെ 6ആയി തിരിച്ചു. ആദ്യത്തെ സാമാന്യ ഭൂതകാലമാണ്, രണ്ടാമത്തെ ആസന്ന ഭൂതകാലമാണ്, മൂന്നാമത്തെ പൂർണ്ണ ഭൂതകാലമാണ്, നാലാമത്തെ അപൂർണ ഭൂതകാലമാണ്, അഞ്ചാമത്തെ സന്ദിഗ്ധ ഭൂതകാൽ, ആറാമത്തെ ഹേതുമത് ഭൂതകാൽ. ഇങ്ങനെ 6 വിഭാഗമായിട്ടാണ് നമ്മൾ ഭൂതകാലത്തെ തിരിക്കുന്നത്. അത് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് സാമാന്യ ഭൂതകാലമാണ്. എന്താണ് സാമാന്യ ഭൂതകാലം? क्रिया के जिस रूप से भूतकाल के किसी विशेष समय का निश्चय नहीं होता उसे सामान्य भूत कहते हैं. എന്താണ് സാമാന്യ ഭൂതകാലം? ക്രിയയ്ക്ക് ജിസ് രൂപ സേ, ക്രിയയുടെ ഏത് രൂപത്തിൽ നിന്നാണോ, ഭൂതകാലയ്ക്ക് കിസി വിശേഷ സമയക്ക നിശ്ചയം, ഭൂതകാലത്തിലെ ഏതെങ്കിലും പ്രത്യേക സമയത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കിസി വിശേഷ സമയക്ക നിശ്ചയം നഹി ഹോത്ത, ഇന്ന സമയം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സാമാന്യ ഭൂതകാലം എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഇതാണ്. ക്രിയ കെ ജിസ് രൂപ സേ ഭൂതകാൽ കെ കിസി വിശേഷ സമയക്ക, ഒരു പ്രത്യേക സമയത്തെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. കിസി വിശേഷ സമയക്ക നിശ്ചയ നഹി ഹോത്ത, ഒരു പ്രത്യേക സമയം എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. അതിന് നമ്മൾ സാമാന്യ ഭൂതകാലം എന്ന് പറയുന്നു. ഇനി നമ്മൾ സാമാന്യ ഭൂതകാല ക്രിയ എങ്ങനെയല്ല നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. 5 പോയിൻ്റാണ് നമ്മളതിൽ പറയുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് സാമാന്യ ഭൂതകാല ക്രിയ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ ക്രിയയുടെ കൂടെ എന്ത് ചേർക്കണം, എങ്ങനെയാണത് സാമാന്യ ഭൂതകാല ക്രിയയായിട്ട് മാറുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അകാരാന്ത ധാതു കെ അകാർ കോ ദീർഘകാർ ദേനെ സെ सामान्य भूतकाल की क्रिया बनती है. अकारांत धातु के अकार को ആയിൽ അവസാനിക്കുന്ന ക്രിയാധാതുവിനെ അതിലെ അകാരാന്ത് അല്ലെങ്കിൽ ആ എന്ന് അവസാനിക്കുന്നതിന് നമ്മൾ ദീർഘ കർദേനേസെ, അതായത് അകാരാന്തക്കോ ആകാരാന്ത് കർദേനേസെ, അകാരാന്തിൽ അവസാനിക്കുന്നു, അത് നമ്മൾ ആകാരാന്താക്കി ചേർത്ത് കഴിഞ്ഞാൽ സാമാന്യ ഭൂതകാലക്ക് ഈ ക്രിയ ബൻത്തി, സാമാന്യ ഭൂതകാല ക്രിയ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ പഡ്, ലിഗ്, ചഡ്, ഉഡ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ആ ഉഡ് അല്ലെങ്കിൽ പഡ് എന്ന് പറയുമ്പോൾ ആയിലാണ് അവസാനിക്കുന്നത്, ദീർഘമില്ല. അപ്പം നമ്മൾ അതിനൊരു ദീർഘം വെച്ച് കഴിഞ്ഞാൽ പഡ് എന്നുള്ളതിൻ്റെ കൂടെ ആ ചേർത്ത് കഴിഞ്ഞാൽ പഠ എന്നായിട്ട് മാറുന്നു. അതായത് ഹ്രസ്വമാണ് അല്ലെങ്കിൽ അകാരാന്താണ്, ആകാരാന്തിനെ നമ്മൾ ആകാരാന്താക്കി മാറ്റുക, ദീർഘം കൊടുക്കുക.
ആ എന്നുള്ളത് ആയായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് സാമാന്യ ഭൂതകാല ക്രിയ കിട്ടാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ പഡ് എന്നുള്ളത് പട എന്നാവുന്നു, ലിഖ് എന്നുള്ളത് ലിഖ എന്നാവുന്നു, ദൗഡ് എന്നുള്ളത് ദൗഡ എന്നാവുന്നു. അപ്പോൾ നമ്മൾ സാമാന്യ ഭൂതകാല ക്രിയയിൽ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് അകാരാന്ത ധാതു के आकार को दीर्घ कर देने से സാമാന്യ ഭൂതകാല ക്രിയ बनती है. ഫോർ എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ചൽ, ചല, ദൗഡ്, ദൗഡ. നമ്മൾ ഏത് ക്രിയാധാതു എടുത്താലും കുഴപ്പമില്ല. പഡ് അകാരാന്താണ്, ലിക്ക് അകാരാന്താണ്, ഉഡ്, ചഡ്, ഖേൽ ഇതെല്ലാം അകാരാന്തിൽ അവസാനിക്കുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ദീർഘം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സാമാന്യ ഭൂതകാല ക്രിയ കിട്ടുന്നു. ആദ്യത്തെ നിയമം അതാണ്, വളരെ സിമ്പിളാണ്. രണ്ടാമത്തെ आकारांत अथवा ओकारांत धातु के अंत में या जोड़ने से सामान्य भूतकाल क्रिया बनती है. അടുത്ത പോയിൻ്റ് ഇതാണ്. ആകാരാന്ത് അല്ലെങ്കിൽ ഓകാരാന്ത് ക്രിയാധാതുവിൻ്റെ അവസാനത്തിൽ, അതായത് ആയിൽ അവസാനിക്കുന്നതും ഓയിൽ അവസാനിക്കുന്ന ക്രിയാധാതുവിൻ്റെ അവസാനത്തിൽ നമ്മൾ യാ ജോഡ്നെ സേ, യാ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സാമാന്യ ഭൂതകാല ക്രിയ കിട്ടുന്നു. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് എങ്ങനെയാണ്? ആദ്യത്തെ നമ്മൾ അകാരാന്തിനെ ആകാരാന്താക്കി. രണ്ടാമത്തെ പോയിൻ്റ് ഇതാണ്. ആകാരാന്ത് ഓകാരാന്ത് ക്രിയാധാതുക്ക് അന്തമേ യാ ജോഡ്നെ സേ സാമാന്യ ഭൂതകാല ക്രിയ ബൻതി ഹേ എന്നാണ്. അതായത് ആകാരാന്തായാലും ഓകാരാന്തായാലും അതിൻ്റെ കൂടെ നമ്മൾ ലാസ്റ്റ് യാ വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ആ എന്ന് പറയുന്നു വരിക, അതിൻ്റെ കൂടെ നമ്മൾ യാ വെച്ച് കഴിഞ്ഞാൽ ആയ, ആകാരാന്താണ്. അതുപോലെ തന്നെ രോ, രോയ, ഓകാരാന്താണ്. ഇതിൽ നമ്മൾ എക്സാമ്പിൾ കൊടുത്ത് നോക്കാം. ജയ്സെ ലാ, ലായ, പാ, പായ, സോ, സോയ, ഖോ, ഖോയ, രോ, രോയ, ദോ, ധോയ. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ആകാരാന്ത് ഓകാരാന്ത് ക്രിയാധാതുവിൻ്റെ അവസാനം നമ്മൾ യാ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സാമാന്യ ഭൂതകാല ക്രിയ കിട്ടുന്നു. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്താ നോക്കാം. മൂന്നാമത്തെ പോയിൻ്റ് ഈകാരാന്ത് और एकारांत धातुओं को इकारांत करके उनके आगे एक वचन में या और बहुवचन में ये जोड़ देते हैं. മൂന്നാമത്തെ പോയിൻ്റ് ഇതാണ്. ഈകാരാന്ത് और ഏകാരാന്ത് ധാതുവോ ഈകാരാന്ത് അതുപോലെ തന്നെ ഏകാരാന്ത് ധാതുക്കളെ ഇകാരാന്താക്കി മാറ്റിയിട്ട് ഉൻകെ ആകെ അതിൻ്റെ മുൻപിൽ നമ്മൾ ഏകവചനത്തിലാണെങ്കിൽ യാ എന്നും ബഹുവചനത്തിലാണെങ്കിൽ യേ എന്നും ചേർക്കുന്നു. മൂന്നാമത്തെ പോയിൻ്റ് ഇതാണ്. ഈകാരാന്ത് ഏകാരാന്ത് ക്രിയാധാതുക്കളെ ഇകാരാന്താക്കുക, ഹ്രസ്വമാക്കുക. ഇകാരാന്താക്കിയിട്ട് അതിൻ്റെ മുൻപിൽ നമ്മൾ ഏകവചനാണെങ്കിൽ യാ എന്നും ബഹുവചനാണെങ്കിൽ യേ എന്നും ചേർക്കുന്നു. ഇനി ഈകാരാന്ത് धातुओं के स्त्रीलिंग के एकवचन में कोई परिवर्तन नहीं होता. ഈകാരാന്ത് ക്രിയാധാതുക്കളാണെങ്കിൽ ഇവിടെ സ്ത്രീലിംഗത്തിലാണെങ്കിൽ സ്ത്രീലിംഗ ഏകവചന്മേ അതിൻ്റെ ഏകവചനത്തിൽ കോയി പരിവർത്തന നഹി ഹോത്ത, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. ബഹുവചന്മേ കേവൽ അനുസ്വാർ ലഗ് ജാത്താ ഹേ. ഇപ്പോൾ സ്ത്രീലിംഗത്തിലാവുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ യാ എന്നുള്ളത് ഇവിടെ നമുക്ക് എന്തായി തീരാ. ഈകാരം ധാതുവൊക്കെ സ്ത്രീലിംഗ ഏകവചനമേ കോയി പരിവർത്തൻ നഹി ഹോത്ത, പ്രത്യേകിച്ചൊരു മാറ്റം നടക്കുന്നില്ല. പക്ഷേ ബഹുവചന്മേ കേവൽ അനുസ്വാർ ലഗ് ജാത്താ ഹേ. ബഹുവചനത്തിലെ അനുസ്വാർ ഒരു കുത്ത് അതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. ഏകാരം ധാതുവോം കെ രൂപ സ്ത്രീലിംഗ് മേ ഈകാരാന്ത് ധാതുവോം की तरह होती है. ഇനി ഏകാരാന്ത് ധാതുക്കളുടെ രൂപം സ്ത്രീലിംഗത്തിലെ ഈകാരാന്ത് ധാതുക്കളെ പോലെ തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അർത്ഥാത് ഉനക്ക് ഏകവചനമേ ഈ और ബഹുവചനമേ ഈ ഹോ ജാത്തി ഹേ. ഏകവചനത്തിലാണെങ്കിൽ വെറുതെ നമ്മൾ ഈ എന്നേ ഉള്ളൂ സ്ത്രീലിംഗത്തെ കാണിക്കുന്നത്, എന്ന ബഹുവചനാകുമ്പോൾ അത് ഈം എന്നായിട്ട് മാറുന്നു. മൂന്നാമത്തെ പോയിൻ്റ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഈകാരാന്ത് ഏകാരാന്ത് ക്രിയാധാതുക്കളെ ഇകാരാന്താക്കിയിട്ട് അതിൻ്റെ മുന്നിൽ ഏകവചനാണെങ്കിൽ യാ എന്നും പുല്ലിംഗ ഏകവചനാണെങ്കിൽ യാ എന്നും പുല്ലിംഗ ബഹുവചനാണെങ്കിൽ എ എന്ന് ചേർക്കുന്നു. സ്ത്രീലിംഗത്തിലാണെങ്കിൽ ഇവിടെ പറയേണ്ട ഈകാരാന്ത് ധാതുവൊക്കെ സ്ത്രീലിംഗ ഏകവചനമേ കോയി പരിവർത്തന നഹി ഹോത്ത. സ്ത്രീലിംഗത്തിൽ പ്രത്യേകിച്ച് ഏകവചനത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. പക്ഷേ ബഹുവചനത്തിൽ കേവല അനുസ്വാർ ലഗ് ജാത്താ ഹേ. കേവലം ഒരു അനുസ്വാർ ഒരു കുത്ത് നമ്മളതിൻ്റെ മുകളിലിടുന്നുണ്ട്.
അപ്പോൾ इനി അതുപോലെ തന്നെ ഏകാരാന്ത धातुओं के रूप स्त्रीलिंग में इकारांत धातुओं की तरह होते हैं. ഇവിടെ ഏകാരാന്ത ക്രിയാധാതുക്കളുടെ രൂപം എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിലെ ഈകാരാന്ത ധാതുക്കളിൽ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ്. ഉനക്ക് ഏകവചനമേ ഈ എന്നും ബഹുവചനമേ ഈം ഹോ ജാത്ത, അതായത് ഒരു അനുസ്വാർ അവിടെ വരുന്നു എന്ന് പറയുന്നത്. ജൈസേ പി എന്ന് പറയുന്ന ക്രിയാധാതു. ഇപ്പോൾ പുല്ലിംഗ ഏകവചനമാണെങ്കിൽ അത് പി എന്നായിട്ട് മാറുന്നു, പുല്ലിംഗ ബഹുവചനമാകുമ്പോൾ അത് പി എന്നായിട്ട് മാറുന്നു, സ്ത്രീലിംഗത്തിലാണെങ്കിൽ പി എന്ന് വരുന്നു. ഒരു മാറ്റം വരുന്നില്ല, കണ്ടോ, പി എന്ന് തന്നെയാണ്. അതായത് സ്ത്രീലിംഗ ഏകവചനത്തിൽ ഒരു മാറ്റം വരുന്നില്ല, പി എന്ന് തന്നെയാണ്. സ്ത്രീലിംഗം ബഹുവചനമാകുമ്പോൾ പീം എന്നായിട്ട് മാറുന്നു, ഒരു കുത്ത് അതിൻ്റെ മുകളിൽ വരുന്നു. അതാണ് നമ്മളതിൽ പറഞ്ഞത്. സ്ത്രീലിംഗത്തിലെ ഏകവചനത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ഈകാരാന്തിൽ ബഹുവചനമാകുമ്പോൾ കേവൽ അനുസ്വാർ ലഗ് ജാത്താ ഹെ, ഒരു കുത്ത് അതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഏകാരാന്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ദേ. ദേ എന്ന് പറയുന്ന ഏകാരാന്ത് നമ്മൾ ഈകാരാന്താക്കണം. നേരത്തെ പറഞ്ഞ നിയമപ്രകാരം ഏകാരാന്തിന് നമ്മൾ ഈകാരാന്താക്കണം. അപ്പോൾ ദേ എന്നുള്ളത് ദിയ എന്നായിട്ട് മാറുന്നു പുല്ലിംഗ ഏകവചനത്തിൽ. പുല്ലിംഗം ബഹുവചനമാകുമ്പോൾ അത് ദിയ എന്നായിട്ട് മാറുന്നു. സ്ത്രീലിംഗത്തിനാണെങ്കിൽ ദി എന്നും, ദിക്ക് മാറ്റമില്ല. അവിടെ മാറ്റം, ഇവിടെ ദേ എന്നുള്ളത് ഈകാരാന്തായിട്ട് മാറുന്നുണ്ട്, ദി ആയിട്ട് മാറുന്നുണ്ട്. ബഹുവചനത്തിലാണെങ്കിൽ അത് ദീം എന്നായിട്ട് മാറുന്നു. അതുപോലെ തന്നെ നമുക്ക് ലേ എന്ന് പറയുന്നെടുക്കാം, എക്സാമ്പിളായിട്ടെടുക്കാം. ലേന, ലേ. ആ ലേ എന്നുള്ളത് നമുക്ക് ലിയ, ലിയേ, ലീ, ലീം എന്നായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ലേ എന്നുള്ളത്, ലിയ എന്നുള്ളത് പുല്ലിംഗ ഏകവചനത്തിൽ, ലീ എന്നുള്ളത് പുല്ലിംഗ ബഹുവചനത്തിൽ, സ്ത്രീലിംഗത്തിലാകുമ്പോൾ ലീ എന്നായിട്ട് മാറുന്നു, ഈകാരാന്തായിട്ട് മാറുന്നു. സ്ത്രീലിംഗം ബഹുവചനമാകുമ്പോൾ ലീം എന്നായിട്ട് മാറുന്നു. ഇത് കൂടാതെ ഏകാരാന്ത ധാതുവം സേ ധാതുവോമേ സേ അവർ ഖേ ധാതു അപവാദ ഹേ. അപ്പം നമ്മൾ ഏകാരാന്ത ധാതുക്കളിൽ നമ്മൾ വരുന്നത് ഇങ്ങനെയാണ്. ഏകാരാന്ത ദേ എന്നുള്ളത് നമ്മൾ ഇകാരാന്താക്കി മാറ്റിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. എന്നാൽ ഈ ഏകാരാന്ത ധാതുക്കളിൽ സേ എന്ന് പറയുന്നു, കെ എന്ന് പറയുന്നു അപവാദമായിട്ട് പറയുന്നുണ്ട്. അതങ്ങനെ എഴുതാൻ പറ്റില്ല. എനിക്ക് രൂപ ഇസ് പ്രകാർ ഹേ. അപ്പോൾ അതിൻ്റെ രൂപം ഈ പറയുന്ന തരത്തിലാണ്. സേ എന്നുള്ളത് സേയ, സേയെ, സേയി, സേയിം എന്നായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ നിയമപ്രകാരം സേ എന്നുള്ളത് സി, സീം എന്നായിട്ട് മാറുന്നില്ല. സേ എന്നുള്ളത് സേയ, സേയെ, സേയി, സേയിം എന്നായിട്ട് മാറുന്നു. അതുപോലെ ഖേ എന്ന് പറയുന്നത് ഖേയ, ഖേയെ, ഖേയി, ഖേയിം എന്നായിട്ട് മാറുന്നു. ഖീ, ഖീം എന്നായിട്ട് മാറുന്നില്ല. ഇത് രണ്ടും, ഈ സേയും ഖേയും ഈ പറഞ്ഞ നിയമപ്രകാരം അത് അപവാദമാണ്, അതങ്ങനെ മാറുന്നില്ല. അതിലെ നാലാമത്തെ പോയിൻ്റ്, സാമാന്യഭൂതകാല ക്രിയ ഉണ്ടാക്കുന്ന ആ രീതിയുടെ നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഊകാരാന്ത് ധാതുവംസേ ഉകാരാന്ത് കർക്കെ. ഇനി ഊയിൽ അവസാനിക്കുന്ന ഊകാരാന്ത ക്രിയാധാതുക്കളെ നമ്മൾ ഉകാരാന്തമാക്കിയിട്ട്, അതുപോലെ തന്നെ പുല്ലിംഗ ഏകവചനാണെങ്കിൽ ആ എന്നും, പുല്ലിംഗം ബഹുവചനാണെങ്കിൽ എ എന്നും, സ്ത്രീലിംഗത്തിലാണെങ്കിൽ ഈ എന്നും, സ്ത്രീലിംഗം ബഹുവചനാണെങ്കിൽ ഈം എന്നും ചേർത്താൽ മതി. നാലാമത്തെ പോയിൻ്റ് ഇതാണ്. उगारांत धातुओं से उगारांत करके आ, ए, ई या ईम जोड़ने से सामान्य भूतकाल क्रिया बनती है. അങ്ങനെ നമുക്ക് സാമാന്യ ഭൂതകാല ക്രിയ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് അഞ്ചാമത്തെ പോയിൻ്റ്, കുछ ऐसी धातुएं हैं जिनका कोई निश्चित विधान नहीं होता. ഇനി കുറച്ച് ക്രിയാധാതുക്കളുണ്ട്, അതിന് പ്രത്യേകിച്ച് ഒരു രീതിയൊന്നുമില്ല. എങ്ങനെ മാറ്റാമെന്ന് പറയുന്ന ഒരു പ്രത്യേക അല്ലെങ്കിൽ ഏക്ക് നിശ്ചിത വിധാൻ, അതെങ്ങനെ മാറ്റാമെന്നുള്ള ഒരു പ്രത്യേക രീതിയോ സമ്പ്രദായമോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ജൈസേ ജ എന്ന് പറയുന്ന ഒരു ക്രിയാധാതു എടുക്കണം. നമ്മൾ ജായ, ജായ, ജായി എന്ന് പറയില്ല. ജ എന്നുള്ളത് നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് ഗയ എന്നായിട്ടാണ് മാറുന്നത്. അപ്പോൾ കുറച്ച് ധാതുക്കൾ അങ്ങനെയുണ്ട്. അതായത് കോയി നിശ്ചിത വിധാനം, അത് എങ്ങനെ മാറ്റാമെന്ന് പറയുന്നൊരു നിയമം അല്ലെങ്കിൽ രീതി അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ജ എന്ന് പറയുന്ന ക്രിയാധാതു എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ പുല്ലിംഗ ഏകവചനത്തിൽ സാമാന്യ ഭൂതകാല ക്രിയ ആകുമ്പോൾ അത് ഗയ എന്നായിട്ടാണ് മാറുന്നത്. പുല്ലിംഗ ബഹുവചനത്തിലാകുമ്പോൾ അത് ഗയ എന്നായിട്ട് മാറുന്നു. സ്ത്രീലിംഗ ഏകവചനാണെങ്കിൽ അത് ഗയി എന്നായിട്ട് മാറുന്നു. സ്ത്രീലിംഗ ബഹുവചനാണെങ്കിൽ അത് ഗയീം എന്നായിട്ട് മാറുന്നു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ജ എന്നുള്ളതിന് മൊത്തമായിട്ട് അവിടെ ചേഞ്ച് അവിടെ വന്നു. നെക്സ്റ്റ് അതുപോലെ തന്നെ ഒന്നാണ് നമ്മൾ കർണ ചെയ്യുക എന്നുള്ളത്. ജ എന്നാണ് പോവുക. അപ്പോൾ കർ എന്നുള്ളതിന് നമുക്ക് കരാകരകരി എന്ന് പറയുന്നില്ല.
കറ എന്നുള്ളതിനെ കിയ എന്നായിട്ടാണ് മാറുന്നത്. പുല്ലിംഗ ഏകവചനത്തിലെ സാമാന്യ ഭൂതകാല ക്രിയയിൽ കിയ എന്നായിട്ടാണ് മാറുന്നത് പുല്ലിംഗ ഏകവചനത്തിൽ. പുല്ലിംഗം ബഹുവചനമാകുമ്പോൾ അത് കിയ എന്നായിട്ട് മാറുന്നു. ഇനി സ്ത്രീലിംഗമാണെങ്കിലോ അതിൽ വരുന്നുണ്ട് കീ എന്നായിട്ട് മാറുന്നു. സ്ത്രീലിംഗം ഏകവചനത്തിൽ കീ എന്നായിട്ട് മാറുന്നു. സ്ത്രീലിംഗം ബഹുവചനമാകുമ്പോൾ അത് കീം എന്നായിട്ട് മാറുന്നു. കാം കീ, കീ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെ വേറൊന്ന് പറയാനുള്ളത് ഹോ എന്നുള്ളതാണ്. ഹോ, ഹോന, ഓകാര എന്നാണ്. ഹോ എന്നുള്ളത് അതിന് പ്രത്യേകിച്ച് രീതിയൊന്നുമില്ല. അത് ഹുവ, ഹുയേ, ഹുയി, ഹുയീം എന്നായിട്ട് മാറുന്നു. ഹോ എന്നുള്ളത് സാമാന്യ ഭൂതകാലത്തിലെ പുല്ലിംഗ ഏകവചനത്തിലെ ഹുവ എന്നും, പുല്ലിംഗം ബഹുവചനമാകുമ്പോൾ ഹുയേ എന്നും, സ്ത്രീലിംഗത്തിലാകുമ്പോൾ ഹുയി എന്നും, സ്ത്രീലിംഗം ബഹുവചനമാകുമ്പോൾ ഹുയീം എന്നായിട്ട് മാറുന്നു. ഹുയിയുടെ മുകളിൽ ഒരു അനുസ്വർ വരുന്നു, ഒരു കുത്തിടുന്നു. അപ്പോൾ 5 നിയമങ്ങളാണ് നമ്മൾ സാമാന്യ ഭൂതകാല ക്രിയ ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത്. 5 നിയമങ്ങളാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളത് പഠിച്ചത് ക്രിയാക്ക രൂപാന്തർ കാലെന്നുള്ളതാണ്. കാല് നമ്മൾ പറഞ്ഞു. കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രിയാക്ക രൂപാന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ काल, प्रकार, वाच्य, लिंग, वचन और पुरुष के अनुसार विकार या चेंज और रूपांतर होता है. അവിടെ ചേഞ്ച് അല്ലെങ്കിൽ മാറ്റം വരുന്നത് ഈ 6 കാര്യങ്ങൾക്കനുസരിച്ചാണ്. അതിൽ ആദ്യത്തെ കാര്യമാണ് നമ്മൾ കാലെന്ന് പഠിക്കുന്നത്. നമ്മൾ ടെൻസ്, കാലം എന്താണ് ടെൻസ് നമ്മൾ പഠിച്ചു. अदायद क्रिया के जिस रूप से उसके होने या करने का समय का बोध अले समय पाया जाए उसे काल कहते हैं. काल 3 प्रकार के होते हैं, भूतकाल, वर्तमान काल और भविष्यत काल. भूतकाल के बारे में पढ़ा. भूतकाल किसे कहते हैं? क्रिया के जिस रूप से बीते हुए समय का बोध होता है. बीते हुए समय का बोध, കഴിഞ്ഞു പോയ സമയം, കഴിഞ്ഞു പോയ ആ സമയത്തെ കാണിക്കുന്നതാണ് ഭൂതകാലം എന്ന് പറയുന്നത്. ഇനി ഭൂതകാലമാണ് ഏറ്റവും കൂടുതലായിട്ട് കിടക്കുന്നത്. भूतकाल की अवधि सुदीर्घ होती है. इस कारण से इसका कुछ विभाग में അല്ലെങ്കിൽ उसके कुछ विभाग किए गए हैं. അങ്ങനെ കുറച്ച് ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. മൊത്തം പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് कोई क्रिया बहुत समय पूर्व हो चुकी है या अभी अभी हुई है या उसके पूर्ण होने में अभी संदेह होता है. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഏറ്റവും നീണ്ട സമയം എന്ന് പറയുന്നത് ഭൂതകാലത്തിനാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ 6 വിഭാഗമായിട്ട് വീണ്ടും തിരിക്കുകയാണ് ചെയ്യുന്നത്. സാമാന്യ ഭൂതകാലം, ആസന്ന ഭൂതകാലം, പൂർണ്ണ ഭൂതകാല്, അപൂർണ ഭൂതകാല്, സന്ദിഗ്ധ ഭൂതകാല്, ഹേതുമത് ഭൂതകാലം. അങ്ങനെ 6 കാലമായിട്ട് തിരിച്ചു. അതിൽ ഏറ്റവും ആദ്യത്തെയാണ് സാമാന്യ ഭൂതകാലം എന്ന് പറയുന്നത്. ഈ സാമാന്യ ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് ഭൂതകാലക്ക് കിസി വിശേഷ സമയക്കാ നിശ്ചയ നഹി ഹോത്ത. सामान्य भूतकाल എന്ന് പറഞ്ഞാൽ ഭൂതകാലക്ക് കിസി വിശേഷ സമയക്ക ബോധ് അല്ലെങ്കിൽ വിശേഷ സമയക്ക നിശ്ചയ നഹി ഹോത്ത. ആ ഒരു പ്രത്യേക സമയത്ത് അവിടെ കാണിക്കുന്നില്ല സാമാന്യ ഭൂതകാലത്തിൽ. ഇനി അത് ഉണ്ടാക്കുന്ന രീതികളാണ്. നമ്മൾ ലഡ്ക ദൗഡ, ലഡ്ക ചല, ആൺകുട്ടി പോയി, ലഡിക്കാണെങ്കിൽ ചലി എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ മേനെ ലിഖ, ഞാൻ എഴുതില്ല, മേ ലിഖ ഞാൻ എഴുതി, ഞാൻ പഠിച്ചു, ഞാൻ ഉറങ്ങി. അതുപോലെ മേ സോയ ഞാൻ ഉറങ്ങി, ഞാൻ കളിച്ചു, ഞാൻ ചാടി, ഞാൻ പാടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് സാമാന്യ ഭൂതകാലത്തിൽ പെടുന്നതാണ് അതൊക്കെ. അപ്പോൾ സാമാന്യ ഭൂതകാലം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അതേ സാമാന്യ ഭൂതകാലം പഠിച്ചു അല്ലെങ്കിൽ വായിച്ചു അല്ലെങ്കിൽ എഴുതി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതിനുണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് നിയമങ്ങൾ നമ്മൾ പഠിച്ചു. സാമാന്യ ഭൂതകാലക്രിയ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു 5 നിയമമാണ് നമ്മൾ പഠിച്ചത്. സാമാന്യ ഭൂതകാലക്രിയ ബന്നേക്ക് യാ ബനാനേക്ക് രീതി, അത് എങ്ങനെ ഉണ്ടാക്കാം. ഏറ്റവും ആദ്യത്തെ പോയിന്റ് നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ലിഖാണ് ലിഖ, പഠാണ് പഠ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് അകാരാന്ത ധാതുക്കെ അകാർക്കോ ദീർഘ കർക്കെ സാമാന്യ ഭൂതകാലക്രിയ ബൻതി ഹെ. അതാണ് ആദ്യത്തെ പോയിന്റ്. നമ്മൾ പഠാണെങ്കിൽ പഠ എന്നും ലിഖാണെങ്കിൽ ലിഖ, ആ ക്രിയാധാതുവിൻ്റെ കൂടെ നമ്മൾ ആ ചേർക്കാണ് ചെയ്യുന്നത്.
രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു ആകാരാന്ത് അതുപോലെ തന്നെ ഓകാരാന്ത് धातुവിൻ്റെ क्रियाधातु के अंत में या जोड़ने से सामान्य भूतकाल क्रिया बनती है. ആകാരാന്ത് അതുപോലെ തന്നെ ഓകാരാന്ത് ക്രിയാധാതുവിൻ്റെ അവസാനത്തിൽ നമ്മൾ യാ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? സാമാന്യ ഭൂതകാല ക്രിയ കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ആ ആയ, ലാ ലായ, അതുപോലെ പാ പായ, രോ രോയ, സോ സോയ, ഖോ ഖോയ. അപ്പോൾ നമ്മൾ യാ ചേർത്ത് കഴിഞ്ഞാൽ ഓകാരാന്തിൻ്റെയും ആകാരാന്തിൻ്റെയും കൂടെ നമ്മൾ യാ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സാമാന്യ ഭൂതകാല ക്രിയ കിട്ടി. അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ പോയിൻ്റാണ് പറയുന്നത് ഈകാരാന്ത് और ഏകാരാന്ത് धातु. ഈകാരാന്ത് और ഏകാരാന്ത് धातुओं को इकारांत करके उनके आगे एकवचन में या और बहुवचन में ये जोड़ देते हैं. ഇപ്പോൾ ഈകാരാന്ത് ഏകാരാന്ത് ക്രിയാധാതുക്കളാണെങ്കിൽ അതിന് നമ്മൾ ഇകാരാന്താക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇകാരാന്ത് ആക്കി മാറ്റിയിട്ട് അതിൻ്റെ കൂടെ ഏകവചനാണെങ്കിൽ നമ്മൾ യാ എന്നും ബഹുവചനാണെങ്കിൽ എ എന്നും ചേർക്കുന്നു. എന്നാൽ ഇവിടെ ഈകാരാന്ത ധാതുക്കളിലെ സ്ത്രീലിംഗത്തിൽ ഒരു മാറ്റം വരുന്നില്ല. സ്ത്രീലിംഗത്തിൽ ഈല അവസാനിക്കുന്നതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. ആ വേർഡ് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സ്ത്രീലിംഗം ബഹുവചനാകുമ്പോൾ കേവലം അനുസ്വാർ ലഗ് ജാത്താ ഹേ. കേവലം അതിലെ ഒരു അനുസ്വാർ അതിൽ ചേർക്കുന്ന ഒരു കുത്ത് നമ്മളതിൻ്റെ മുകളിൽ ഇടുന്നു. ഇനി ഏകാരാന്ത ധാതുക്കളുടെ രൂപത്തിൽ സ്ത്രീലിംഗത്തിലാണെങ്കിൽ ഈകാരാന്ത ക്രിയാധാതുക്കളെ പോലെ തന്നെയാണ്. അതായത് ഏകവചനത്തിലാകുമ്പോൾ എ എന്നുള്ളത് ഇ ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുവചനത്തിലാകുമ്പോൾ ഈം എന്നായിട്ട് മാറുന്നു. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ പി പിയ പിയെ പി പീം എന്നായിട്ട് മാറുന്നു. ഇനി ദേ ആണെങ്കിൽ ദേ ദിയ ദിയെ ദി ദീം എന്നായിട്ട് മാറുന്നു. അതിൽ അപവാദമായിട്ട് കിടക്കുന്ന രണ്ട് ക്രിയാധാതുക്കളാണ് സേ എന്ന് പറയുന്നതും കെ എന്ന് പറയുന്നതും. ഇത് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ നിയമത്തിനനുസരിച്ച് മാറില്ല. നാലാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു ഊകാരാന്ത് ധാതുവും സേ ഉകാരാന്ത് കർക്കെ. ഊയിൽ അവസാനിക്കുന്ന ക്രിയാധാതുക്കൾ നമ്മൾ ഉകാരാന്താക്കിയിട്ട് ഹ്രസ്വമാക്കിയിട്ട് അതിൻ്റെ കൂടെ പുല്ലിംഗ ഏകവചനാണെങ്കിൽ ആ എന്നും പുല്ലിംഗ ബഹുവചനാണെങ്കിൽ എ എന്നും സ്ത്രീലിംഗത്തിലാണെങ്കിൽ ഇ എന്നും സ്ത്രീലിംഗ ബഹുവചനാണെങ്കിൽ ഈം എന്നും നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ സാമാന്യ ഭൂതകാല ക്രിയ കിട്ടി. ഇതിലേറ്റവും ലാസ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് ക്രിയാധാതുക്കൾ കുച്ച് ഐസി ധാതുവേം ഹേ. കുറച്ച് ക്രിയാധാതുക്കളുണ്ട് ജിനക്ക കൊയ് നിശ്ചിത് വിധ നഹി ഹോത്ത. അതിന് പ്രത്യേകിച്ചൊരു രീതിയൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ജാ ജാ എന്നുള്ളതിന് ജായ ജായ എന്ന് വരുന്നില്ല. അത് ഗയ ഗയെ ഗയി ഗയീം എന്നായിട്ട് മാറുന്നു. പുല്ലിംഗ ഏകവചനം ബഹുവചനം, സ്ത്രീലിംഗ ഏകവചനം സ്ത്രീലിംഗം ബഹുവചനം. അതുപോലെ കർ എന്നുള്ളത് കിയ കിയെ കി കീം എന്നായിട്ടാണ് മാറുന്നത്. അതുപോലെ ഹോ എന്നുള്ളത് ഹുവ ഹുയെ ഹുയി ഹുയീം എന്നായിട്ട് മാറുന്നു. അപ്പോൾ അതിൽ എങ്ങനെ നമ്മൾ സാമാന്യ ഭൂതകാല ക്രിയ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കാലം എന്താണെന്ന് പഠിക്കണം, ഭൂതകാലം എന്താണ് പഠിക്കണം. അതുപോലെ തന്നെ അത് എത്ര എടുത്തിരിച്ചു. ആദ്യത്തെ പോയിൻ്റ് സാമാന്യ ഭൂതകാലമാണ്. അതിനെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മളതിൽ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ഇതിൽ തന്നെ രണ്ടാമത്തെ പോയിൻ്റ് ഭൂതകാലത്തിലെ രണ്ടാമത്തെ പോയിൻ്റായിട്ടുള്ള ആസന്ന ഭൂതകാലമാണ്. അതെന്താണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.